ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ രണ്ടാം പാർട്ടാണത്. അപ്പോൾ ഈ രണ്ട് ബോട്ടിൽസ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളറാണ്, അതായത് ഒരു ഗ്ലൈസിങ് ഉള്ള ബോട്ടിൽസ് കണ്ടില്ലേ, ആ ഒരു ബോട്ടിലാണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. ഫിനിഷിങ് ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഈ ഒരു പിക്ചർ അത് നമുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഒരുപാട് കളേഴ്സ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഗ്ലൈസിങ് ഉള്ള ബോട്ടിലായതുകൊണ്ടാണ് ഇത്രയും കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇടയിൽ ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പറിൻ്റെ വൈറ്റ് ഒഴിച്ചിടുന്നുണ്ട് കേട്ടോ. പേപ്പറിൻ്റെ വൈറ്റ് ഒഴിച്ചിടുകയാണ് ചെയ്യുന്നത്, അതല്ലാതെ നമ്മുടെ കളർ ബോക്സിലുള്ള വൈറ്റ് യൂസ് ചെയ്യല്ല കേട്ടോ. ആ വൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഡൾ ഫിനിഷ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പേപ്പറിൻ്റെ വൈറ്റ് ഒഴിച്ചിട്ടിട്ട് തന്നെ റിഫ്ലക്ഷൻ കാണിക്കുക, അതായത് ഹൈലൈറ്റ് കാണിക്കുക കേട്ടോ. നമ്മളിതിൽ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോന്ന് സെപ്പറേറ്റ് പേരുകൾ പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാം കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഫിനിഷ് ആകുമ്പോൾ, അതായത് നിങ്ങളുടെ വർക്ക് ഫിനിഷ് ആകുന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു പിക്ചറായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സാധാരണ ഒരു പിക്ചർ ചെയ്യുന്നതിനേക്കാളേറെ കുറച്ചുകൂടി ടൈം എടുത്തിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണിത് കേട്ടോ.
നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വൈറ്റ് സെറാമിക് പോട്ടിൽ നമ്മൾ ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പേപ്പറിൻ്റെ വൈറ്റ് ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആക്കി ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾ കളർ പെൻസിൽ വെച്ചിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ചെയ്താൽ മതി. പിന്നെ ഈ സെറാമിക് പോട്ടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ബ്ലാക്ക് കൊണ്ട് ചെറിയൊരു ഷെയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പേപ്പർ വൈറ്റ് ഒഴിച്ചിട്ടത് കൊണ്ടാണ് ഇത്രയും നല്ല വൃത്തിക്കത് കാണുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ലൈറ്റ് ഗ്രീനിന് പുറമെ ചെറിയൊരു ഷെയ്ഡിങ് വരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡാർക്ക് ഗ്രീൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ബ്ലാക്ക് കളർ പെൻസിൽ കുറച്ചുകൂടി ഡാർക്ക് വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഓയിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്യുക. പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ ഞാൻ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വ്യത്യസ്ത ഒബ്ജക്റ്റുകൾ വരക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു ഡാർക്ക് ടോൺ ഉണ്ടാവും. അതായത് നിങ്ങൾ പിക്ചർ കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഷാഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ട് ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന്, പിന്നെ ചെറുതായിട്ട് ബ്ലാക്ക് നല്ല കട്ടിക്ക് ചെയ്യരുത് കേട്ടോ. ബ്ലാക്കിൻ്റെ തന്നെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ടോണിൽ ചെയ്യുക. ഇനി നമ്മൾ താഴെ ഭാഗമാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ഗ്രീൻ ക്ലോത്ത് തന്നെയാണ് ഈ ഒരു ടേബിളിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രീന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ ഒരു സ്റ്റീലിൻ്റെ കപ്പിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. സ്റ്റീലിൻ്റെ കപ്പിൽ നമ്മൾ ആപ്പിളിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ താഴെയുള്ള ഈ ഒരു ക്ലോത്തിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് അഡ്വാൻസ് ആയിട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഓയിൽ പേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലോത്തിനും ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു 3D എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ താഴെ കുറച്ച് ഷെയ്ഡ് ഉണ്ടാവും. ഷെയ്ഡല്ല, ഷാഡോ. ഓരോ ഒബ്ജക്റ്റുകളെയും കാസ്റ്റ് ഷാഡോ എന്ന് പറയും. അത് കാണിക്കുക. അതിന് നമ്മൾ ലൈറ്റ് ഗ്രീനിൻ്റെ കൂടെ ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ബ്ലാക്കും യൂസ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ പെൻസിൽ കളർ കൊണ്ട് ചെയ്യാം. പെൻസിൽ കളർ കൊണ്ടാണ് നിങ്ങൾ ഈ പിക്ചർ കംപ്ലീറ്റ് ആക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബ്ലെൻഡിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓയിൽ പേസ്റ്റിലായതുകൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് സമയം വേണമെന്നുള്ളേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു പിക്ചറാണ്. അപ്പോൾ ഇതുപോലെ ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴെ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന്, ബ്ലാക്ക് എന്നിവയാണ് യൂസ് ചെയ്തിട്ടത്. ബ്ലാക്ക് നല്ല ഹാർഡായിട്ട് തന്നെ ചെയ്യരുത്. ലൈറ്റും ഡാർക്കും ആക്കിയിട്ട് ഷെയ്ഡ് ചെയ്യാം കേട്ടോ.